കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അർജുൻ കോടതിക്ക് മുമ്പാകെ കാർത്തികയെ എങ്ങനെയാണ് വിഷ്ണു കണ്ടതെന്നും അവർ തമ്മിൽ ഒരു ഡീലുണ്ടാക്കിയാണ് കാർത്തികയെ വിഷ്ണു തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതെന്നും പറയുവാണ് കേട്ടോ. അന്നേരം ഇതെല്ലാം കേട്ടതിന് ശേഷം അമീർ പറയണേ, പ്രതിഭാഗം വക്കീൽ ഒരു സിനിമാ കഥ പോലെ ഏതൊക്കെയോ ശൂന്യത്തിൽ നിന്നും കെട്ടിഞ്ഞടിച്ച് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനൊന്നും വ്യക്തമായിട്ട് തെളിവുകളില്ല. എന്നാൽ ഞാൻ കോടതിക്ക് മുമ്പിൽ വ്യക്തമായ തെളിവ് തന്നെയാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഈ സമയം ജഡ്ജി പറയണേ, എന്താണെങ്കിലും ഇവിടെ കോടതിയിൽ ഹാജരാക്കിയ പെൻഡ്രൈവ് ഞാനൊന്ന് പരിശോധിക്കട്ടെ. അങ്ങനെ പറഞ്ഞ ജഡ്ജി ആ പെൻഡ്രൈവിലെ വീഡിയോ ഒക്കെ കണ്ടു നോക്കുവാണ്. അങ്ങനെ അത് വിഷ്ണുവിന് നേരെ തിരിക്കുവാണ്. എന്നിട്ട് ചോദിക്കുക, അല്ല പ്രതിക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അന്നേരം വിഷ്ണു പറയണേ, വിവാഹം നടക്കുന്നതിന് തൊട്ടു മുമ്പ് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞ് ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അത് സത്യമാണ്. പക്ഷേ കാർത്തികയെ കൊല്ലാനോ അവളെ ഉപദ്രവിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇതാരോ എന്നെ ഈ കേസിൽ കൊടുക്കാനായിട്ട് മനഃപൂർവ്വം എടുത്ത വീഡിയോയാണ്. ഈ വീഡിയോ എടുത്തത് ആരാണെന്നൊക്കെ എനിക്കറിയാം. ആയിരിക്കുന്ന മധുശ്രീയ, അവളാ എന്നെ കൊടുക്കാനായിട്ട് ഈ വീഡിയോ എടുത്തത്. സത്യമായിട്ടും ഞാൻ കാർത്തികയെ ഒന്നും ചെയ്തിട്ടില്ല. ഈ സമയം അമീർ പറയണേ, ബഹുമാനപ്പെട്ട കോടതി കണ്ടില്ലേ ഇയാൾ ഇത്ര രോഷനാകുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ മറ്റൊരു പെൺകുട്ടിയുടെ തലയിൽ ഇയാൾ കുറ്റം കെട്ടിവെക്കാൻ നോക്കുന്നത് കണ്ടില്ലേ? ഇതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം ഇയാൾ ഈ പറയുന്ന കുറ്റം ചെയ്തിട്ടുണ്ട്. അത് മറച്ചു വെക്കാനാ ഇത്രയും രോഷം കാണിക്കുകയും മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുന്നതും. ഇത്രയും വലിയൊരു കുറ്റം ചെയ്ത ഇയാളെപ്പോലൊരു കൊടും ക്രിമിനലിനെ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തതിനെ ജയിലിലേക്ക് അയക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമയം ജഡ്ജി ചോദിക്കണേ, ഡിഫൻസ് വക്കീലിന് എന്താ പറയാനുള്ളത്? അന്നേരം അർജുൻ എഴുന്നേറ്റിട്ട് പറയണേ, കാർത്തിക എന്ന പെൺകുട്ടി മരിച്ചുപോയി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. കാർത്തിക മരിച്ചിട്ടില്ല, അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ പറഞ്ഞ് കാർത്തികയുടെ ബ്രേസ്ലെറ്റ് തെളിവായിട്ട് അർജുൻ കോടതിയിൽ ഹാജരാക്കുവാണ്. ഇത് കല്യാണ ദിവസം കാർത്തിക അണിഞ്ഞിരുന്ന ബ്രേസ്ലെറ്റ് ആണ്. ഇത് എവിടെന്നാ കണ്ടുകിട്ടിയെന്ന് അറിയോ കോടതിക്ക്? സാക്ഷ്യപ്പട്ടികയിൽ 8ാം ലിസ്റ്റിലുള്ള മധുശ്രീയുടെയും പിന്നെ ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ചന്ദ്രബോസിൻ്റെയും 2 പേരുടെയും കൂടി പാർട്ട്ണർഷിപ്പിലുള്ള ഒരു പ്രോപ്പർട്ടിയിൽ നിന്നാണ് ഇത് കണ്ടെടുത്തത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കാർത്തിക് എവിടെയോ ജീവനോടെ ഉണ്ടെന്നും ഇതിൽ വിഷ്ണുവിനെ കൊടുക്കാനായിട്ട് ഈ പറയുന്ന മധുശ്രീയും അന്വേഷണ ഉദ്യോഗസ്ഥനായ ചന്ദ്രബോസും കൂടി കളിച്ചൊരു കളിയാണിതെന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനായിട്ട് മധുശ്രീയെ ചോദ്യം ചെയ്യണമെന്ന് ഞാൻ താമെ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ അതിന് കോടതി ഉത്തരവിടുവാണ് കേട്ടോ. അങ്ങനെ മധുശ്രീയെ ചോദ്യം ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പ്രതികൂട്ടിലേക്ക് കയറ്റി നിർത്തുവാണ്. ഈ സമയം അവിടുത്തെ ഗുമസ്തം വന്ന് കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്ന് മധുശ്രീയോട് ഇങ്ങനെ പറയാൻ പറയുവാണ്. അങ്ങനെ അതിനെല്ലാം ശേഷം അർജുൻ മധുശ്രീയുടെ അരികിലേക്ക് ചെല്ലുവാണ്. മധുശ്രീക്ക് ഈ നിൽക്കുന്ന വിഷ്ണുവിനെ പരിചയമുണ്ടോ? ആ പരിചയമുണ്ട്. എങ്ങനെയാ പരിചയം? ഫാമിലി ഫ്രണ്ടാണ്. ഫാമിലി വഴിയുള്ള പരിചയമാണ്. അത് മാത്രമല്ലോ, അല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിൽ വിഷ്ണുവിനെ അറിയോ? ഈ സമയം മധുശ്രീ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ആ സമയം അമീർ പറയണേ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എൻ്റെ സാക്ഷിയെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ് ഡിഫൻസ് വക്കീൽ ചെയ്യുന്നത്. അന്നേരം അർജുൻ പറയണേ, ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല ചോദിച്ചത്, ഈ കേസുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. മൈലോഡ്, ഈ പറയുന്ന മധുശ്രീക്ക് വിഷ്ണുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അതിന് മധുശ്രീക്ക് കഴിഞ്ഞില്ല. അതിനോടുള്ള ഒരു ദേഷ്യവും ചെറുക്കുമൊക്കെ മധുശ്രീക്ക് വിഷ്ണുവിനോടുണ്ട്. ആഗ്രഹം നടക്കാത്തതിനാലാണ് മധുശ്രീ ഇതുവരെ വിവാഹം കഴിക്കാത്തതും. അതുകൊണ്ട് തന്നെ വിഷ്ണുവിന് ഇത്തരം ഒരു കേസിൽ കുടുക്കി ജയിലിലാക്കി നരകിപ്പിക്കാൻ മധുശ്രീ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇനി എൻ്റെ ചോദ്യത്തിലേക്ക് വരാം. മധുശ്രീക്കും അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിനും കൂടി പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് നടത്തുന്നില്ലേ? അതിൻ്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് 2 ആൾക്കും ചേർന്നുണ്ടല്ലോ. അവിടെ എങ്ങനെയാണ് കാർത്തികയുടെ ബ്രേസ്ലെറ്റ് എത്തിയത്? അവിടെ നിന്നാണ് ആ ബ്രേസ്ലെറ്റ് ഞങ്ങൾ കണ്ടെത്തിയത്. അന്നേരം മധുശ്രീ പറയണേ, ഇല്ല, അവിടെ നിന്ന് അങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് ആരും കണ്ടെടുത്തിട്ടില്ല. അത് കേൾക്കുന്നതും അർജുൻ പറയണേ, മൈലോഡ്, മധുശ്രീ പറഞ്ഞത് കേട്ടില്ലേ? അവിടെ നിന്ന് അങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് ആരും കണ്ടെടുത്തിട്ടില്ലെന്ന്. അതിനർത്ഥം മധുശ്രീക്കും ചന്ദ്രബോസിനും പാർട്ട്ണർഷിപ്പിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്നാണ്. അത് മധുശ്രീ നിഷേധിക്കുന്നില്ല അല്ലേ? അയ്യോ, അങ്ങനെയല്ല എന്നും പറഞ്ഞ് മധുശ്രീ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അർജുൻ മധുശ്രീയെ പൂട്ടുവാണ് കേട്ടോ. മധുശ്രീ ഇപ്പോൾ പറഞ്ഞ മൊഴിയിൽ നിന്നും മധുശ്രീക്കും ചന്ദ്രബോസിനും ഇതിൽ എന്തോ ഒരു പങ്കുണ്ടെന്ന് കോടതിക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇനി മധുശ്രീക്ക് ഇവിടെ നിന്ന് പോകാം. അടുത്തതായിട്ട് എനിക്ക് വിസ്തരിക്കാനുള്ളത് വിജയകുമാർ എന്ന് പറയുന്ന ഒരു സ്വർണ്ണക്കടക്കാരനെയാണ്. അങ്ങനെ വിജയകുമാറിനെ ചോദ്യം ചെയ്യാനായിട്ട് അവിടേക്ക് കൊണ്ടുവരുവാണ്. എന്നിട്ട് കാർത്തികയുടെ ആ ബ്രേസ്ലെറ്റ് എടുത്തിട്ട് വിജയകുമാറിനെ കാണിച്ചു കൊടുക്കുക. ഇത് നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണോ? അങ്ങനെ അയാളെ നോക്കിയിട്ട് പറയണേ, ആ അതെ, ഇത് എൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് സത്യാമ്മയാണ് മരുമകൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഈ ബ്രേസ്ലെറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. അന്നേരം അർജുൻ ചോദിക്കണേ, അല്ല, കടയിൽ വരുന്ന കസ്റ്റമേഴ്സിനേക്ക് നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടോ? അങ്ങനെ എല്ലാവരും ഓർമ്മയില്ല. സത്യാമ്മ ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണ്. അതുമാത്രമല്ല ഫാമിലി ഫ്രണ്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ അറിയാം. ശരി, താങ്ക് യു മിസ്റ്റർ വിജയകുമാർ. അങ്ങനെ പറഞ്ഞ് അയാൾ അവിടെ നിന്നും പറഞ്ഞു വിടുവാണ്. ഈ സമയം അർജുൻ പറയണേണ്,
എൻ്റെ കക്ഷിയായ വിഷ്ണുവിനെ മനഃപൂർവ്വം ഒരു കേസിൽപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് മധുശ്രീയും ചന്ദ്രബോസും കൂടി ഒരുക്കിയൊരു നാടകം മാത്രമാണിത്. അവർ പറയുന്നത് പോലെ കാർത്തിക എന്നൊരു പെൺകുട്ടി മരിച്ചിട്ടില്ല. ആ കുട്ടി എവിടെയോ ജീവനോടുകൂടി തന്നെയുണ്ട്. അതിപ്പോൾ ഹാജരാക്കിയ തെളിവുകളിൽ നിന്നും കോടതിക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് കേൾക്കുന്നതും അമ്മൂർ ചോദിക്കണേ, അങ്ങനെയാണെങ്കിൽ നെട്ടൂർ പാലത്തിൻ്റെ അവിടെ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ കിട്ടിയ ബോഡി ആരുടേതാണ്? അത് കണ്ടെത്തേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ സമയം അമ്മൂർ പറയണേ, ബഹുമാനപ്പെട്ട കോടതി, ഡിഫൻസ് വാദിക്കുന്നതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. കാർത്തിക മരിച്ചു എന്നതിന് എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. കാർത്തികയുടെ മൃതദേഹം കത്തിച്ചു എന്ന് പറയുന്ന 3 പ്രതികളാണ് ചന്ദ്രൻ, മണി, തങ്കൻ. ഇവർ 3 പേരെയും വിസ്തരിക്കാനായിട്ട് കോടതി അനുവദിക്കണം. അങ്ങനെ അവർ 3 പേരെയും വിസ്തരിക്കാനായിട്ട് പ്രതിക്കൂട്ടിലേക്ക് വിളിച്ചു കയറ്റുവാണ്. അന്നേരം അമീർ അവരുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കണേ, ഈ നിൽക്കുന്ന വിഷ്ണുവിനെ പരിചയമുണ്ടോ? ഉണ്ട് സാർ. കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ബോഡി കാറിലിട്ട് കത്തിച്ചു കളയാൻ പറഞ്ഞ് 50,000 രൂപ തന്നത് വിഷ്ണുവാണ്. കൃത്യം നടത്തിയതിനു ശേഷം 1 ലക്ഷം രൂപ കൂടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ വെച്ചാണ് ഇയാൾ നിങ്ങൾക്ക് പണം തന്നത്? പണം നേരിട്ടാ തന്നത്, അമ്പലത്തിൻ്റെ അടുത്ത് വെച്ച്. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പൊക്കോളാനും ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഈ സമയം അമീർ പറയണേ, മൈലോഡ്, ഇതിൽ നിന്നും കാർത്തികയെ കൊല്ലാൻ ശ്രമിച്ചത് വിഷ്ണുവാണെന്നും കൊന്നതിനു ശേഷം മൃതദേഹം മറവ് ചെയ്യാനായിട്ട് ഇവരെ ഏൽപ്പിച്ചതും ഇപ്പോൾ കോടതിക്ക് ബോധ്യമായിട്ടുണ്ടല്ലോ. ആയതിനാൽ തന്നെ ഇത്രയും ഹീനമായ ഒരു കുറ്റം ചെയ്ത വിഷ്ണുവിനെ ഒരു കാരണവശാലും വെറുതെ വിടരുതെന്നും പ്രതി ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അയാൾ അനുഭവിക്കണമെന്നും വാദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിസ്താരോട് നിർത്തുന്നു എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം അർജുൻ എഴുന്നേറ്റ് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുവാണ്. നിങ്ങൾ 3 പേരും കൂടി ഒന്നിച്ചായിരുന്നു അല്ലേ കുറ്റം ചെയ്തത്? ആ അതെ. വിഷ്ണു പറഞ്ഞു, അതനുസരിച്ച് നിങ്ങൾ കാർത്തികയുടെ ബോഡി കത്തിച്ചു അല്ലേ? ആ അതെ. ഇയാളുടെ പേര് തങ്കൻ എന്നല്ലേ? അതെ. എന്തു പറ്റി? പേരിൽ തന്നെ ഒരു സംശയമുള്ള പോലെ ഉണ്ടല്ലോ. എന്നാ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇയാളുടെ ഉത്തരം പറഞ്ഞാൽ മതി. ഇയാളും കൂടെ ഉണ്ടായിരുന്നതല്ലേ? നിങ്ങൾ കാർത്തികയെ തട്ടിക്കൊണ്ടുവന്ന കാറിൽ കൊണ്ടുവന്ന ആ സമയത്ത് കാർത്തിക ധരിച്ചിരുന്ന വസ്ത്രം എന്താ? വസ്ത്രം ഓർമ്മയില്ലെങ്കിൽ അതിൻ്റെ നിറമെങ്കിലും ഓർമ്മയുണ്ടാകുമല്ലോ, അത് പറഞ്ഞാലും മതി. അന്നേരം അവരവിടെ കിടന്ന് പപ്പി കളിക്കുവാണ് കേട്ടോ. ഈ സമയം അമീർ പറയണേ, ഇത് മനഃപൂർവ്വം അവരെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം അർജുൻ പറയണേ, ഇതെന്താ ആശയക്കുഴപ്പത്തിലാക്കുന്നു? ഇവരൊരു പെൺകുട്ടിയെ കാറിൽ കൊണ്ടുവന്ന് കത്തിച്ച് കരിച്ചു കളഞ്ഞു അല്ലേ? അപ്പോൾ ആ പെൺകുട്ടിയുടെ ഡ്രസ്സ് അല്ലെങ്കിൽ അതിൻ്റെ നിറമെങ്കിലും ഇവർ ശ്രദ്ധിച്ചു കാണില്ലേ? പറയൂ, എന്തായിരുന്നു നിറം? ആ സമയം അവർ തമ്മിൽ ആലോചിക്കുവാണ്. പിങ്ക് ആയിരുന്നോ അതോ ബ്ലാക്കോ അല്ലെങ്കിൽ കല്യാണ സാരി എന്ന് പറഞ്ഞാലോ? അങ്ങനെ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അർജുൻ പറയണേ, കണ്ടില്ലേ, ഇതിൽ നിന്നും ഇവർ കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെ കണ്ടിട്ട് പോലുമില്ലെന്ന് മനസ്സിലാക്കാം. അതിരിക്കട്ടെ, വിഷ്ണു നിങ്ങൾക്ക് പണം നേരിട്ടാണോ തന്നത്? അതെ. എന്തുകൊണ്ടാ ഓൺലൈൻ ട്രാൻസ്ഫർ വഴി പണം തരാഞ്ഞത്? അങ്ങനെയല്ലേ കുറച്ചും കൂടി സേഫ്? ഇക്കാലത്ത് എല്ലാവരും ഓൺലൈനിലൂടെയല്ലേ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. അതൊക്കെ ശരിയാ, പക്ഷെ ഞങ്ങൾക്കാർക്കും ഓൺലൈൻ ട്രാൻസാക്ഷനുള്ള സംഭവങ്ങളില്ലായിരുന്നു. ഓ അങ്ങനെയാണോ? ശരി, അപ്പം നിങ്ങൾക്ക് വിഷ്ണു 50,000 രൂപ തന്നു അല്ലേ? ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം തരാമെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയല്ലേ? അതെ അതെ, അങ്ങനെ തന്നെ. എന്നാൽ ശരി, നിങ്ങൾക്ക് പോകാം. ഇവരിപ്പോൾ പറഞ്ഞതിൽ നിന്ന് തന്നെ 3 ആളും പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് മനസ്സിലാക്കാം. കാരണം ഇവർക്ക് 3 പേർക്കും ഓൺലൈൻ ട്രാൻസാക്ഷനുള്ള സംഭവങ്ങളുണ്ട്. അതിൽ ഈ പറയുന്ന തങ്കടുന്ന ആളുടെ അക്കൗണ്ടിലോട്ട് 50,000 രൂപ ട്രാൻസ്ഫർ ആയിട്ടുമുണ്ട്. പക്ഷേ ഇത് ട്രാൻസ്ഫർ ചെയ്തത് വിഷ്ണു അല്ല, സാക്ഷിപ്പട്ടികയിൽ 8ാം സ്ഥാനത്തുള്ള മധുശ്രീ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രതിയായ വിഷ്ണുവിനെ മനഃപൂർവ്വം കേസിൽ കൊടുക്കാൻ ഈ കള്ള സാക്ഷികൾ ഉപയോഗിച്ച് മധുശ്രീയും ചന്ദ്രബോസും കൂടി നടത്തുന്ന നാടകമാണിതെല്ലാം. അന്നേരം അമീർ ചോദിക്കണേ, അങ്ങനെയാണെങ്കിൽ നെട്ടൂർ പാലത്തിൻ്റെ അവിടെ നിന്ന് കത്തിക്കറിഞ്ഞ നിലയിൽ കിട്ടിയ ബോഡി ആരുടേതാണെന്നും കൂടി പ്രതിഭാഗം മറുപടി പറയേണ്ടി വരും. ആ സമയം അർജുൻ പറയുവാണ്, മൈലോഡ്, നെട്ടൂർ പാലത്തിൻ്റെ അവിടെ നിന്നും കാറിൽ കത്തിക്കറിഞ്ഞ നിലയിൽ കിട്ടിയ ബോഡി കാർത്തികയുടെ അല്ലെന്നും കാർത്തിക ജീവനോടെ ഇരിക്കുന്നു എന്ന് തെളിയിക്കാനായിട്ട് 15 ദിവസത്തെ സാവകാശം കോടതി അനുവദിച്ചു തരണമെന്ന് ഞാനിവിടെ താഴ്മയായി അപേക്ഷിക്കുകയാണ്. അങ്ങനെ വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷം ജഡ്ജി വിധി പറയുവാണ്. ഈ കേസിൻ്റെ വിധി അടുത്ത 15 ദിവസങ്ങൾക്ക് ശേഷം 1 ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. തീയതി പിന്നീട് അറിയിക്കും. അങ്ങനെ പറഞ്ഞ് കോടതിയെ പിരിച്ചുവിടുവാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്